ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആരംബോൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സൈഡിൽ നിന്നാണ് ആരംബോലിൻ്റെ ആ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ സൈഡിലെല്ലാം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളാണ്. അതൊക്കെ റെസ്റ്റോറൻറ്റ്സാണ്. അതെല്ലാം അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ് കേട്ടോ. ഫിക്സ്ഡ് എന്ന് മീൻസ് അവിടെ ഹോട്ടൽ പോലെ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, കരിക്കുമ്പള്ളം, പൈനാപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. പിന്നെ ബീച്ച് ഷാക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് സെർവ് ചെയ്തോളും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എക്സ്പെൻസീവ് ആയിരിക്കും. പുറത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 4 ഇരട്ടി 3 ഇരട്ടിയൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും റേറ്റ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ബീച്ച് ഷാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരറ്റം കണ്ടോ, അവിടം വരെ ആ ഒരറ്റം നമ്മൾ കാണുന്നതല്ല. അത് ശരിക്കും പറഞ്ഞാൽ വളഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്കി കാണാത്തത്. ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സ് നമുക്ക് ഈ ഒരു സെയിം വൈബ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ നടക്കാൻ പോയി കംപ്ലീറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നാമത്തെ മേളിൽ കയറി നടക്കാൻ പറ്റില്ല. മേളിൽ കയറി നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നല്ല രീതിയിൽ ആ വീഡിയോ കിട്ടും. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലെ മണ്ണായത് കൊണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ കാലൊക്കെ കുഴയാൻ തുടങ്ങും. അതുകൂടാതെ എന്താ പറയുക, അവിടെ ആളുകൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്ലേസാണ് ആ സൈഡിലായിട്ട്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈഡിലേക്ക് കയറാതിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, ആ സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബീച്ച് ഷാക്കിലും മ്യൂസിക് നല്ല ലൗഡായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കയറാനുള്ളൊരു കാര്യം അതിൽ വളരെ കൂടുതലാണ്. ഇവിടെ കണ്ടോ, ഇവരിവിടെ ജസ്റ്റ് മീനെ പിടിച്ച് വല ഇട്ടിട്ട് മീനെ പിടിച്ച് അതിനെ ബക്കറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണേണ് ആണോ. അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് പിടിച്ച്, ഇത് 5 കിലോ ഒന്നുമല്ല, ജസ്റ്റ് അവരല്ലാതെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇതേ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സീ സ്റ്റാർ ബീച്ച് ഷാക്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ പേരുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് അവർ അവരുടേതായിട്ടുള്ള ടേബിൾസ് ഇട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് വെയിറ്റർ വരും. അവർ എന്താ വേണ്ടതെന്ന് ചോദിക്കും. ബിയർ, ലിക്കർ എല്ലാ സാധനവും അവൈലബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിക്കറല്ല കേട്ടോ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അന്ന് ലിക്കറും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ കേസ് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ബീച്ചിലിരുന്ന് ലിക്കർ കഴിക്കുന്നത് ഞാൻ കണ്ടു പലരും. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബീച്ചിലിരുന്ന് ലിക്കർ കഴിക്കുന്നത് പിടിച്ചാൽ 10,000 രൂപ പിഴ അവർ മേടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടു അറ്റംപ്റ്റ് ചെയ്യുക. കാരണം പിടിച്ചു കഴിഞ്ഞാൽ കാശ് പോകാം. ഓക്കെ, പിന്നെ ഇതാണ് ഇപ്പോഴും ആളുകൾ ബീച്ചിലേക്കൊക്കെ പോകുന്നുണ്ട്, വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇവിടെ അങ്ങനെ മറ്റേ ഇതൊന്നുമില്ല. കല്ലാങ്കുട്ട് ബീച്ചിലാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾ രാത്രി അവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടെ കണ്ടു, ഇവിടെ ആരും ഇറങ്ങുന്നില്ല, വെള്ളത്തിലേക്ക് കുറവാണ് ഇറങ്ങുന്നത്. കല്ലാങ്കുട്ടിൽ നേരെ തിരിച്ചാണ്. അവിടെ ഫുൾ ടൈം മറ്റേ ജീപ്പിൽ അവർ പെട്രോളിങ് നടത്തും. അപ്പോൾ ആരെങ്കിലും ഇറങ്ങണമെങ്കിൽ അവർ കയറ്റി വിടും. കാരണം നിങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ ഒരു ലേഡി പാട്ട് പാടുന്നുണ്ട്. അവർ ജസ്റ്റ് ഗിറ്റാർ അടിച്ചുകൊണ്ട് പാടുന്നതാണ്. സ്ലോ സോങ്സാണ്, അതുകൊണ്ടിട്ട് ആരും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണതാണ്. പിന്നെ നമ്മൾ അങ്ങയുടെ അടുത്തേക്ക് പോയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നടന്ന് അങ്ങടേക്ക് പോവാം. കുറച്ച് ദൂരം വരെ നമുക്ക് പോവാം. അവിടെ ഒരു ലേഡി, ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാണുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റേ ഈ ഒരു തീയുള്ള സംഭവം ഉണ്ടല്ലോ, അതിന് എന്തെന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അത് രണ്ടറ്റത്തും തീ ഉണ്ടാവും, തീയല്ല ലൈറ്റാണെന്ന് തോന്നുന്നു, അതുണ്ടാവും. എന്നിട്ട് അവർ ജസ്റ്റ് ഇങ്ങനെ അത് കറക്കും. അത് നല്ല രസമായിരുന്നു. അത് ഞാൻ അവിടെ കണ്ടാണ് ആ സംഭവം. അവരിപ്പോൾ നടന്ന് അവിടെ പോയിട്ട് ആ സെയിം സാധനം അവിടെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആരംബോൽ ബീച്ചിലെ വിശേഷങ്ങൾ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു ബീച്ചിൽ ഫോറിനേഴ്സ് കൂടുതൽ വരുന്നുണ്ട്. മറ്റേ കല്ലാങ്കുട്ടിൽ കുറവാണ്. അവരിവിടെയാണ് മെയിനായിട്ട് ബേസ് ചെയ്യുന്നത്. ഫോറിനേഴ്സ് വന്നാൽ ഇവിടെ കുറേ നാളത്തേക്ക് റൂം എടുത്ത് അവർ ഈ ഒരു സൈഡിലാണ് മെയിനായിട്ട് തങ്ങുന്നത്. കല്ലാങ്കുട്ട് ഭാഗ്യം എന്നൊക്കെ പറയുന്നത് നിറച്ച് നോർത്തിൽ നിന്ന് വരുന്ന ആളുകളും പിന്നെ നമ്മുടെ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളോ. പക്ഷേ അവിടെ വേറൊരു വൈബാണ്, പാർട്ടിയുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെയും പാർട്ടി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ ആ ഒരു എന്താ പറയുക, കുറച്ച് ക്രൗഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്രൗഡ് കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് ഉണ്ടാവുമല്ലോ. ഇവിടെ പക്ഷേ ക്രൗഡ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കുറവാണ്. ഓക്കെ,
കലാൻകുട്ടിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കലാൻകുട്ടിലെ ആൾ കൂടുമ്പോൾ നമുക്ക് വരുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ബീച്ചിലെ വിശേഷങ്ങൾ, ആരംബോൽ ബീച്ചിലെ വിശേഷങ്ങൾ. ഇപ്പോൾ ഈ വീഡിയോ എനിക്കറിയില്ല, ഇവിടെയൊക്കെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതടിക്കണമെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കണമെങ്കിൽ ഞാൻ കയറ്റി വിടാൻ പോണേ. 10-12 വ്യൂ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഏതായാലും അത് കളയാൻ പോകുന്നില്ല. ഇതാണോ വെള്ളം ഒഴുകി വരുന്നുണ്ടോ, അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ്. ഇതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനതും കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ. ഓക്കെ, അപ്പോൾ ഇതുണ്ട്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം നല്ല അടിപൊളി ഒരു വൈബിൽ പോകുന്നു. ഇത് ഇവിടെ നിന്ന് ആണോ ഇതവിടം വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇഷ്ടംമാതിരി ഷാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഇതിലേക്കൊന്ന് ചെന്ന് നോക്കാം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും മിക്കവാറും. ചെന്ന് കാണാം. ഇനി അവിടെ വീഡിയോ എടുക്കൽ പ്രൊഹിബിറ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അത് ഇതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗോവയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ എൻട്രി ഇഷ്ടംമാതിരി ഉണ്ടാവും. നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് അത് ആ രീതിയിലാണ് ആ റോഡുകളുള്ളത്. ഗൂഗിൾ മാപ്പിൽ അതേപോലെ തെറ്റിച്ചേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓടിച്ചങ്ങോട്ട് കയറ്റും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു, ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ, ജംഗ്ഷൻ്റെ കാര്യമാണ് ഞാനിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 5-6 റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 2-3 സർക്കിളുണ്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡൗട്ട് തോന്നി ഫ്രണ്ടിൽ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളുടെ പേപ്പേഴ്സ് കറക്റ്റ് ആണെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞിട്ട് അവർ പിടിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. വണ്ടിയുടെ ഉള്ളിൽ നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് ലൈസൻസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആണെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഗൂഗിൾ മാപ്പ് ശരിക്കും നോക്കുക, വണ്ടികൾ എവിടെ കൂടിയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് വണ്ടി കയറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോലീസിനെ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ എൻട്രി എടുക്കും എന്നുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ അറിയാതെ, നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവാതെ നമ്മൾ നോ എൻട്രി എടുക്കുമെന്ന് അറിയാവുന്ന സ്ഥലങ്ങളിൽ പോലീസ് എപ്പോഴും ഉണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് 1500, 2000, 3000 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 1500, 2000, 3000 എന്ന് പറഞ്ഞിട്ട് നമ്മളത് അയ്യോ സാറേ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പുള്ളി പറയും ഓക്കെ 1500 ഒന്നും തരണ്ട, ഒരു കാര്യം ചെയ്യും, ഒരു 500 തന്നേക്കും എന്ന് പറയും. 1500 നമ്മൾ കൊടുക്കണമെങ്കിൽ ചലാൻ അടപ്പിച്ച് 1500 മേടിക്കും. പക്ഷെ അറിയാൻ പാടില്ലാത്ത ആളുകൾ എന്താ പറയുക, ബാർഗെയിൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു അയ്യോ അറിയാൻ പാടില്ലായിരുന്നു, പെട്ടെന്ന് പറ്റിപ്പോയതാണ്, സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് 500 രൂപക്ക് ഓക്കെ ശരി 500 രൂപക്ക് തന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞു. ചലാനൊന്നുമില്ല, 500 രൂപ തന്നിട്ട് പോയിക്കോന്ന്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല പക്ഷെ ആ ലേഡിയല്ല കേട്ടോ കറക്കുന്നത്, വേറൊരു മെയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീയുണ്ട്, അതിൽ ശരിക്കും തീയാണ് അത് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കയറിയെന്ന് തോന്നുന്നു, ഓൾറെഡി കോപ്പിറൈറ്റഡ് ആണെന്ന് തോന്നുന്നു. മ്യൂസിക് കയറുന്നുണ്ട് അതിലേക്ക്. ഇതൊരു നല്ലൊരു വ്യൂ ആണ് കണ്ടോ, ഐസ്ക്രീം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണതാണ്. ചിലപ്പോൾ കോപ്പിറൈറ്റഡ് ആയിരിക്കും, അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ കറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ, കുറച്ചും കൂടി അടുത്തേക്ക് പോകണം. പക്ഷേ ഞാനിതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടി പോകണം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കറക്കുന്നത്. കണ്ടോ കറക്കുന്നുണ്ടോ? ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ബ്രൈറ്റ്നെസ് കുറച്ചേക്കണേ ഇപ്പോൾ കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോയത്, അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ കാണാം. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണതാണ്. ബൈ.